രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ചേട്ടൻ്റെ പെണ്ണിന് വയ്യ. അപ്പോൾ അവളെയും കൊണ്ട് വന്നതാണ്. അവിടെ വന്നപ്പോഴത്തേക്കും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ കൊണ്ടുവന്നു. അവനെ കാണാൻ വേണ്ടി നിന്ന ആൾക്കാരെ ഈ നിൽക്കണവരത്രയും. അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അവൾക്കൊരു ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അതിനെടുത്തിട്ട് അടിക്കുക. ആദ്യം സ്വിച്ച് ഇടാണ്ടാണ് ഈ മിക്സി ഇറക്കിക്കൊണ്ട് നിന്നത്. പിന്നെയാണ് സ്വിച്ചിൻ്റെ കാര്യം ആലോചിച്ചത്. അങ്ങനെ ഞാൻ ടാങ്കാണ് അടിക്കുന്നത് കേട്ടോ. ടാങ്ക് പൊടി എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴേ നല്ല കുറുകി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ നോർമലി കലക്കുന്നേക്കാളും നല്ലതായിരിക്കും. അപ്പോൾ അതിൽ ഒരു ഗ്ലാസ് എടുത്ത് കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് ഞാൻ അതിനൊഴിച്ച് ചേട്ടൻ്റെ കൊടുത്തു. കാരണം അവൻ ജോലിയിൽ നിന്ന് നേരത്തെ വന്നായിരുന്നു. നേരത്തെ വന്നതല്ല, അവൾക്ക് വയ്യെന്നറിഞ്ഞതുകൊണ്ട് ലഞ്ച് ബ്രേക്ക് ടൈം കിട്ടിയപ്പോഴത്തേക്കും വന്നതാണ്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു. എനിക്ക് നോമ്പില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും കുടിച്ചിട്ട് നേരെ ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, എൻ്റെ മോനെ ഇത് ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഞാൻ അതിനെ ഒരു വിധത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ അതിനെ മൊത്തം ക്ലീനാക്കി. എങ്ങനെയൊക്കെയോ അങ്ങനെ അതൊക്കെ സാധിച്ചെടുത്തു. അതിന് ശേഷം ഞാൻ നേരെ ചോറ് കഴിച്ചു. ബീട്രൂട്ട് തോരനും മീൻകറിയും മീൻ ഫ്രൈ, പിന്നെ അതുപോലെ നല്ല ഉപ്പിലിട്ട മാങ്ങയും ഉണ്ടായിരുന്നു. ചോറ് കഴിച്ചതിന് ശേഷം ഞാൻ അപ്പുറത്ത് മാമീൻ്റെ അവിടെ പോയി വാപ്പുമായി ഞാനും കൂടെ ഒന്ന് ടി വി കണ്ടു. കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കി. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്ന ശീലം ഉള്ളതാണല്ലോ. ഫ്രീസർ നിറച്ച് വെള്ളവും ഒരു പാത്രം നിറച്ച് ഗ്രേപ്സും, പിന്നെ അല്ലാണ്ട് തന്നെ ഫ്രൂട്ട്സ് ആപ്പിളും മുസമ്പി, പിന്നെ ഓറഞ്ച്, പിന്നെ വാട്ടർമെലൻ ഒക്കെ ഇരിപ്പുണ്ട്. അടുത്ത് പരീക്ഷണം നടത്താൻ ഒരു ആലോചന ഉണ്ടെങ്കിലും മടി കാരണം ഞാൻ എല്ലാം അതുപോലെ അങ്ങ് അടച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് വിചാരിച്ചത്, ഒന്നും ചെയ്യേണ്ട, കുളിച്ചില്ലല്ലോ, പോയി കുളിക്കാം. അങ്ങനെ നേരെ പോയി കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോൾ തന്നെ സന്ധ്യ സമയം കഴിഞ്ഞ് നോമ്പ് തുറയും കഴിഞ്ഞ് അതിന് ശേഷം വെച്ചിട്ട് ഒരു ചായയും കുടിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.